ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കോ. വൈഫ് എന്ന അടി നിർത്തിയോ അന്ന് അവള് പോയിന്ന് മനസ്സിലാക്കണം. പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുന്ന് പോയി എന്നല്ല. ഒരു കാലത്ത് എന്നും കംപ്ലൈന്റും ഫൈറ്റും ഉണ്ടാക്കിയിരുന്ന ഒരാള് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ എന്തായിട്ടുണ്ടാവും, അവളുടെ ഉള്ളിൽ നിന്ന് അവളായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു കമന്റ് സെക്ഷനിലാണ് ഒരുപാട് സ്ത്രീകൾ ഇതിന് അതേന്ന് പറഞ്ഞിട്ട് 100% എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പൊതുവെ സ്ത്രീകള് നല്ലതിനു വേണ്ടി അടി ഉണ്ടാക്കുന്നവരുണ്ട്, അനാവശ്യമായിട്ട് അടി ഉണ്ടാക്കുന്നവരുണ്ട്. ഒട്ടുമിക്ക സ്ത്രീകളിലും പൊസസീവ്നെസ് കൂടുമ്പോഴാണ് ഇഷ്യൂസ് കൂടുക. അവര് നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്യണം, ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതോട് ഇഷ്യൂസ് കൂടാറുണ്ട്. പക്ഷെ എന്ന് കരുതി ചില സ്ത്രീകളോട് ഞാൻ തന്നെ പറയാറുണ്ട്, ഇനി അവർ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കണം. കാരണം ആ ഒരു ആളുടെ ക്യാരക്ടർ ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലെ ഇഷ്യൂസിലൂടെ പോകണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ അതിൽ നല്ലതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇഷ്യൂസ് കൂടുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റോപ്പ് ആവും. അപ്പൊ നല്ലൊരു കപ്പിൾ കൗൺസിലിംഗ് കാണിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ ഭാഗത്ത് ശരിക്കും ശരിയുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും, അതല്ല നിങ്ങളുടെ ഭാഗത്ത് റോങ് ആയിട്ടുള്ള ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ആക്കാനും നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് പോകുന്ന ആ ഒരു ജീവിതം കാണാൻ പറ്റാത്തൊരു രീതിയിലേക്കൊക്കെ പോകട്ടോ. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് വേഗം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് എന്താണോ റീസൺ, ആ കാരണത്തിനെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ.